ഹായ് ഫ്രണ്ട്സ്, നമ്മൾ മാപ്സ് ഗോ ത്രൂ ചെയ്തു അല്ലേ? അതേപോലെ തന്നെ ഒബ്ജക്ട്സ് നമുക്ക് ഫെമിലിയർ ആണ്. ഓക്കെ, നമ്മളതും ഗോ ത്രൂ ചെയ്തിരുന്നു. അപ്പം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻസ് വരും, ലൈക്ക് എപ്പോഴാണ് മാപ്പ് യൂസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഒബ്ജക്റ്റ് യൂസ് ചെയ്യേണ്ടത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കമ്പയർ ചെയ്യാം ഏത് കേസിലാണ് നമുക്ക് മാപ്സ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. മാപ്സും ഒബ്ജക്ട്സും സിമിലർ തന്നെയാണ് നോക്കുമ്പോൾ. കാരണം എന്താ, അത് ബേസിക്കലി കീ വാല്യൂ പെയറാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ അതിന് യൂസ് കേസിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. സോ നമുക്കത് കമ്പയർ ചെയ്യാം മാപ്സിൻ്റെ ഒബ്ജക്ട്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് കീസാണ്. കാരണം മാപ്സിൻ്റെ കേസിൽ കീസ് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ്. കാരണം മാപ്പിൽ നമുക്ക് എനി വാല്യൂ അല്ലെങ്കിൽ എനി ടൈപ്പ് ഓഫ് കീ നമുക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റ് കീ ആയിട്ട് വയ്ക്കാം, അറേ കീ ആയിട്ട് വയ്ക്കാം, ബൂളിയൻ കീ ആയിട്ട് വയ്ക്കാം, നമ്പർ സ്ട്രിങ്, എനിത്തിങ്. ആക്ച്വലി സെയിം ആപ്പിൽ തന്നെ മിക്സ്ഡ് കീസ് നമുക്ക് വയ്ക്കാനും പറ്റും. വേറെ ഒബ്ജക്ട്സിലും നമുക്ക് മിക്സ്ഡ് കീ പോസിബിൾ ആണ്, ബട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒബ്ജക്ട്സിൽ നമുക്ക് സ്ട്രിങ്, നമ്പർ, സിമ്പിൾ മാത്രം കീസായിട്ട് വയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ബൂളിയൻ ഒബ്ജക്റ്റിൽ വയ്ക്കാൻ പറ്റുമോ, കീ ആയിട്ട് വയ്ക്കാൻ പറ്റുമോ വെച്ചാൽ നോട്ട് ഡയറക്റ്റ്ലി. ഓക്കെ, വയ്ക്കാൻ പറ്റില്ല. അനദർ ഒബ്ജക്റ്റ് ആസ് കീ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് തന്നെ നമുക്ക് കീ ആയിട്ട് വയ്ക്കാൻ പറ്റും. ഒബ്ജക്റ്റ് കീ ആയിട്ട് വയ്ക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നോട്ട് റിയലി. കാരണം എന്ന് വെച്ചാൽ അത് സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അറേ ആസ് കീ എന്ന് പറഞ്ഞാൽ സെയിം ഇഷ്യൂ ആണ്, പ്രശ്നം വരും. സോ ഫ്ലെക്സിബിലിറ്റി വൈസ് മാപ്പാണ് അവിടെ ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ലാർജ് ഡാറ്റയാണ്. സോ പെർഫോമൻസിൽ വൈസ് ലൈക്ക് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഡാറ്റയിലൊക്കെ നമുക്ക് മാപ്പാണ് കുറച്ചുകൂടി ബെറ്റർ. സോ നിങ്ങളുടെ കേസിൽ ലാർജ് കീ വാല്യൂ ഡാറ്റ ഉണ്ടെന്ന് വയ്ക്കുക, എന്ന് വെച്ചാൽ കുറേ അധികം ഒരു 50, 70, 80, 100 ഉണ്ടെന്ന് വിചാരിക്കുക കീ വാല്യൂ പേര്, ആൻഡ് എസ്പെഷ്യലി ലോട്ട് മോർ, അതിൽ കൂടുതലുണ്ട് വിചാരിക്കുക. സോ അങ്ങനത്തെ കേസിൽ നമ്മുടെ മാപ്പാണ് കുറച്ചുകൂടി ബെറ്റർ പെർഫോമൻസ് തരാം ഒബ്ജക്റ്റിനേക്കാളും. പിന്നെ മെജോറിറ്റി ഓഫ് ആപ്സിലും മേ ബി അത്ര ഹ്യൂജ് ഡാറ്റ നിങ്ങൾ വരാറില്ല റിയൽ പ്രൊജക്ട്സിലൊക്കെ. ബട്ട് നിങ്ങളുടെ കേസിൽ ഇൻ കേസ് വരികയാണെങ്കിൽ കുറേ അധികം കീ വാല്യൂ പേര് ഡാറ്റ വരികയാണെങ്കിൽ മാപ്പാണ് യൂസ് ചെയ്യാൻ കുറച്ചുകൂടി ബെറ്റർ. ഒബ്ജക്റ്റും വർക്ക് ചെയ്യും. ഒബ്ജക്റ്റ് ബേസിക്കലി പെർഫെക്റ്റ് എപ്പോഴാണെന്ന് വെച്ചാൽ സ്മോൾ അല്ലെങ്കിൽ മീഡിയം സൈസ് ഡാറ്റയാണ്. മീഡിയം സൈസ് ഡാറ്റ എന്ന് പറഞ്ഞാൽ 5 കീ വാല്യൂ ഒന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞൊരു 40-50 കീ വാല്യൂ പെയറൊക്കെ ഒബ്ജക്റ്റ് ആബ്സൊല്യൂട്ട്ലി ഫൈനാണ് യൂസ് ചെയ്യാൻ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെയെന്ന് വെച്ചാൽ ഒബ്ജക്റ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്കൊരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും ഒബ്ജക്റ്റിനുള്ളിൽ. ഓക്കെ, ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഒബ്ജക്റ്റിനുള്ളിൽ മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒബ്ജക്റ്റിൻ്റെ ഡാറ്റ മോഡിഫൈ ചെയ്യാനുള്ള ഫങ്ഷൻസ് അല്ലെങ്കിൽ മെത്തേഡ്സ് സെയിം ഒബ്ജക്റ്റിൽ തന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. മാപ്പിൽ പക്ഷേ ബേസിക്കലി സ്റ്റോർ ചെയ്യാൻ പറ്റും, ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. ബട്ട് ഒബ്ജക്റ്റ് ലൈക്ക് മെത്തേഡ്സ് അറ്റാച്ച് ടു ദ ഡാറ്റ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാച്ച് ടു ദ ഡാറ്റ പോസിബിൾ ആണോ എന്ന് വെച്ചാൽ പോസിബിൾ അല്ല. സോ മാപ്പിൽ ഒബ്ജക്ട്സ് ആ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് അത്ര യൂസ്ഫുൾ അല്ല. സോ നിങ്ങളുടെ കേസിൽ ഒരു സ്ട്രക്ചർ ഉണ്ട്, ഡാറ്റ പ്ലസ് ബിഹേവിയർ ടുഗദർ ആണെങ്കിൽ ഒബ്ജക്റ്റാണ് സ്ട്രോങ് ചോയ്സ്. ഓക്കെ, പിന്നെ ഫ്രീക്വൻ്റ്ലി ഡാറ്റ ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും മാപ്പാണ് കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഫ്രീക്വൻ്റ്ലി ആയിട്ട് ഡാറ്റ റിമൂവ് ചെയ്യണം, ആഡ് ചെയ്യണം, മൾട്ടിപ്പിൾ ടൈംസ് പെർ സെക്കൻഡിൽ കീ വാല്യൂ ആഡ് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇൻ കേസ് ഇത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ക്രിയേറ്റ്, ഡിലീറ്റ്, അപ്ഡേറ്റ് ഡാറ്റ ഒക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാപ്പാണ് കുറച്ചുകൂടി ബെറ്റർ പെർഫോമൻസ് ഒബ്ജക്റ്റിനേക്കാളും. ഒബ്ജക്റ്റും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും, ബട്ട് മാപ്പാണ് പെർഫോമൻസ് വൈസിൽ കുറച്ച് ഫാസ്റ്റ് എന്ന് പറയാം, ഒബ്ജക്റ്റിനേക്കാളും ഫാസ്റ്റാന്ന് പറയാം. ഓക്കെ, സോ പിന്നെ എന്ന് വെച്ചാൽ ക്രിയേഷൻ സ്പീഡ് ബേസിക്കലി ഒബ്ജക്റ്റ് കുറച്ചുകൂടി സിമ്പിളാണ്. കാരണം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈസിയറാണ്, ക്വിക്കറാണ്. കർലി ബ്രാക്കറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മാപ്പിൽ ബേസിക്കലി വെച്ചാൽ നമ്മൾ ന്യൂ മാപ്പ് കൺസ്ട്രക്ടറാണ് യൂസ് ചെയ്യുന്നത്. ഓൾസോ പെർഫോമൻസ് വൈസ് ഒബ്ജക്റ്റ് ക്രിയേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു സ്ലൈറ്റ് ഫാസ്റ്ററാണ് മാപ്പിനേക്കാളും. പക്ഷേ മോസ്റ്റ് ആപ്സിൽ പെർഫോമൻസ് ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യില്ല, കാരണം ഇതൊരു മൈക്രോ ഡിഫറൻസസ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്കത് അത്രയധികം ഫീൽ ചെയ്തൊന്നുമില്ല. സോ 98 കേസസിലും മോസ്റ്റ്ലി നിങ്ങൾ 98% കേസസിലും നിങ്ങളെന്താ വെച്ചാൽ മോസ്റ്റ്ലി അറേസ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക നിങ്ങളുടെ പ്രൊജക്റ്റിൽ. ഓക്കെ, കാരണം അറേസ് ഫോർ ലിസ്റ്റാണ്, ഒബ്ജക്ട്സ് ഫോർ സ്ട്രക്ചർഡ് ഡാറ്റ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സെറ്റ്സ് ബേസിക്കലി എപ്പോഴും യൂസ് ചെയ്താൽ അത് യുണീക്ക് വാല്യൂസ് ആണ്, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ നമുക്ക് തരില്ല സെറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. മാപ്പ് എപ്പോഴും യൂസ് ചെയ്ത് വെച്ചാൽ ഫ്ലെക്സിബിൾ കീ ടൈപ്സിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ എസ്പെഷ്യലി ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ കീ ആയിട്ട് വയ്ക്കണമെങ്കിൽ മാപ്പ് യൂസ് ചെയ്യാം. ലാർജ് ഫാസ്റ്റ് ചേഞ്ചിങ് കീ വാല്യൂ ഡാറ്റ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അറ്റാച്ച് എക്സ്ട്രാ ഡാറ്റ ടു ആൻ ഒബ്ജക്റ്റ് വിത്തൗട്ട് മെർജിങ് ഉണ്ട്. നമ്മുടെ കയ്യിലൊരു ഒബ്ജക്റ്റ് ഉണ്ട്, അഡീഷണൽ ഡാറ്റ ഉണ്ട്, നമുക്ക് ആ ഡാറ്റ കറസ്പോണ്ടിങ് ഒബ്ജക്റ്റായിട്ട് മെർജ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് നേരത്തെ മുമ്പത്തെ വീഡിയോ നമ്മൾ കാണിച്ചിരുന്നു എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത്. സോ അങ്ങനത്തെ കേസിലൊക്കെ വരുമ്പോൾ മാപ്പ് കുറച്ചുകൂടി
ബെറ്റർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ സെറ്റ്സ് അല്ലെങ്കിൽ മാപ്സ് എക്സിസ്റ്റ് ചെയ്യും. ഇപ്പോൾ വെച്ചാൽ നോട്ട് ഡെയിലി യൂസ് ആണ്, ഡെയിലി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യില്ല. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് കോംപ്ലക്സ് ഡാറ്റ സ്ട്രക്ചറൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, വേറെ കോഡിലൊക്കെ കാണാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾ യൂസ് ചെയ്തില്ലെങ്കിലും ഈ പോയിൻ്റൊക്കെ അറിഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ എന്താണ് മാപ്പ് എന്താണ് സെറ്റ് എന്നുള്ളതൊക്കെ. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ റാപ്പപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് എ ലോട്ട്, ബൈ.